നിങ്ങൾ ബ്ലീച്ച് ചെയ്യുന്നവരാണോ? ഈ ബ്ലീച്ച് ചെയ്യുന്നത് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതല്ലാതെ അതിന് മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ് കൂടിയുണ്ട്. അതെന്താണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ രോമക്കുഴി തുറന്നിട്ടാണ് വിയർപ്പ് വരുന്നത്. ആ സമയത്ത് ഹോൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള പൊടിയും ഒക്കെ ഇവിടെ കയറിയിരിക്കും, ഈ ഹോളിനകത്ത് കയറിയിരിക്കും. വിയർപ്പ് കഴിഞ്ഞാൽ ഈ രോമക്കുഴികൾ അടയുന്നതാണ്. ഇത് മൊത്തം ഇതിനോട് സ്റ്റെക്ക് ആയിരിക്കും. നമ്മൾ വെള്ളം കൊണ്ട് കഴുകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വൃത്തിയാവുന്നത്. ബട്ട് അത് പോസിബിൾ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് തട്ടുന്ന സമയത്ത് രോമക്കുഴികൾ അടയുകയും ചൂട് തട്ടുന്ന സമയത്ത് രോമക്കുഴികൾ തുറക്കുകയാണ് ചെയ്യുക. നിങ്ങൾ വെള്ളം കൊണ്ട് കഴുകുന്ന സമയത്ത് ഈ രോമക്കുഴികൾ അടയുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇത് തുറന്നത് ക്ലീൻ ആവില്ല. നിങ്ങൾ ബ്ലീച്ച് ഇടുന്ന സമയത്ത് ഈ രോമക്കുഴി തുറന്നിട്ട് ഇതിനുള്ളിൽ സ്റ്റെക്ക് ആയിരിക്കുന്ന കംപ്ലീറ്റ് പൊല്യൂഷനും ഡസ്റ്റും പുറത്തേക്ക് വരുന്നതാണ്. നിങ്ങൾ ബ്ലീച്ച് ഇടുന്ന ആൾക്കാരാണെങ്കിൽ അത് ഇട്ടിട്ട് ഒന്ന് കണ്ണാടി നോക്കിയാൽ പൊന്തി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ പൊന്തി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് റിമൂവ് ചെയ്യാതെ വരുന്ന സമയത്ത് ഈ വിയർപ്പിനകത്ത് സ്റ്റെക്ക് ഓൺ ആയിട്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം കഴിയുമ്പോൾ അതിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഇൻഫെക്ഷൻസ് ഇതൊക്കെ വരും. ഓൾറെഡി നിങ്ങളുടെ ബോഡിയുടെ കളറും ഫേസിന്റെ കളറും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കിന്ന് ഹൈലി ഡാമേജ് ആയിട്ടുണ്ടാവും. അത് എത്രത്തോളം ഡാമേജ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് നിങ്ങളുടെ ബോഡിയായിട്ടൊന്ന് ഫേസിനെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാൻ നിങ്ങൾ ജസ്റ്റ് മന്ത്ലി വൺസ് ഒന്ന് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫംഗസും ബാക്ടീരിയാസും എടുത്ത് ഒഴിവാക്കിയാൽ ഫേസ് വളരെ വൃത്തിയായിരിക്കും. താങ്ക് യു.